രാവിലെ ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഉച്ചയ്ക്ക് ഇതെൻ്റെ ബീട്രൂട്ട് തോരനും നല്ല ചെമ്മീൻ റോസ്റ്റും അതുപോലെ മോര് കറിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് വൈകിട്ടായിരുന്നു ഡ്യൂട്ടി. അപ്പം ഞങ്ങൾ 6 മണിയാകുമ്പോൾ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. മഴയൊക്കെ ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങി. പിന്നെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്. അതുവഴി നടന്ന് പോകാനും ക്രോസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുള്ള് ചളി കൊണ്ട് നിറയുന്നത്. പിന്നെ ഞങ്ങൾ ബസ് കയറി ഇൻഡസ്ട്രിയിട്ട് അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ. പിന്നെ ഒരു മീൻകടയുടെ കുടയുടെ ചോട്ടിൽ കയറി അങ്ങ് നിന്നു. കുറേ നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ ഒരു കൊടക്കിന് 2 തത്തമ്മകൾ, 2 ഇനക്കുരുവികൾ. അയ്യേ, അത് വേറെ ആവൂട്ടാ. നല്ല തിരക്കുണ്ട്, ബ്ലോക്കാണ് ഗൈസ്. ചത്തില്ലെങ്കിൽ വിളിക്കുക. നല്ല ബ്ലോക്കാണ് ഇവിടെ. അയ്യോ, എൻ്റെ ചെരുപ്പ് പൊട്ടുന്ന എല്ലാ വകുപ്പും ഞാൻ കാണുന്നുണ്ട്. ചായക്കട വരെ പോകുന്നതാ. ഇൻഡസ്ട്രിയിൽ നമുക്കിന്ന് വൈകിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ 6 മണിക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പം മണി 5 ആയിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചപ്പോൾ ചായ കുടിച്ചിട്ടാണ്. നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. കടയിൽ വന്നിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയുണ്ട്, നല്ല ഒച്ചപ്പാടുണ്ട്. റോഡ് സൈഡിലാണ് ഭയങ്കര വണ്ടി. നമുക്ക് ക്രോസ് ചെയ്യാൻ പോലും പറ്റത്തില്ല, അമ്മാതിരി വണ്ടി. ഗൈസ്, അങ്ങനെ കാത്തിരുന്ന് ആ സുലഭ നിമിഷം എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. നമ്മൾ ലാബിൽ കയറാൻ പോകുന്നു. അല്ല, ലാബല്ല, നമ്മൾ പ്രൊഡക്ഷൻ കയറാൻ പോകുന്നത്. ഇപ്പോൾ സമയം 6 മണിയാവുന്നു. 5:57 ഈ 6 മണിക്ക് പ്രോസസ്സിങ് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രോസസ്സിങ് പ്ലാന്റിലോട്ട് പോകണം. ഇന്ന് നമുക്ക് രാവിലെ ഇല്ലാതിരുന്നത് കൊണ്ട് എന്തായാലും ഈവനിങ് നടക്കുന്ന പ്രോസസ്സിന് കയറണമല്ലോ. അപ്പോൾ അങ്ങനെ കയറുവാണ്. അതിൻ്റെ അകത്ത് ഫോണൊന്ന് യൂസ് ചെയ്തുകൂടാ. അപ്പം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് അവരൊക്കെ ബിസി. ഇതാണ് നല്ല ഫ്രോസൺ കരിമീൻ കേട്ടോ. അവർ പാക്കിങ്ങിന് വേണ്ടി, എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാക്കിങ്ങിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊന്ന് തൊട്ട് നോക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് കയ്യിലെടുത്ത്. അത്യാവശ്യം നല്ല ഫ്രോസണാണ്. ഇതൊക്കെ 2 ഇയേഴ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇതേ ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്ലേസിങ്ങിന് വേണ്ടി ഐസിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇന്ന് സ്ക്വിഡും കട്ടൽ ഫിഷും ആയിരുന്നു. അപ്പോൾ സ്ക്വിഡ് അത്യാവശ്യം ഭയങ്കര വലുതല്ല, എന്നാലും ഒരു മീഡിയം സൈസ് കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് അവർ ഗ്രേഡ് അനുസരിച്ച് തരംതിരിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് കട്ടൽ ഫിഷ് ആയിരുന്നു. കട്ടൽ ഫിഷ് ഓവർ വലുതല്ല, എന്നാലും ഒരു അത്യാവശ്യം മീഡിയം സൈസ് സാധനമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 2 മിനിറ്റ് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ തന്നെ ബസ് വന്നു. പിന്നെ ബസ് കയറി നേരെ ഒരു ഫാൻസിയിൽ പോയി കേട്ടോ. ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് കുറച്ച് നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോകണം. ഭയങ്കര ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാനായിട്ട്. പിന്നെ നേരെ അടുത്ത ബസ് കയറി